അതെ, എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ട് എന്നാ സാധനം വെച്ചാലും മോന്തയ്ക്ക് പിടിക്കത്തില്ല. ഒന്നെങ്കിൽ ഒരു എഫക്റ്റ് കാണത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പർ സൈഡ് എഫക്റ്റ് കൊണ്ട് കിട്ടും. ആറ്റുനോട്ട് ഞാനൊരു മോയ്സ്ചറൈസർ മേടിച്ചാൽ ഇതല്ല, ഇത് ഡോക്ടർ സാറിൻ്റെ ഡോക്ടർ ഷെത്തിൻ്റെയാണ്. ഇത് കുഴപ്പമൊന്നും എനിക്ക് ഒരു കാര്യമൊന്നും വരുന്നില്ല. ഞാൻ അതിന് മുമ്പ് ഒരു സാധനം മേടിച്ചത് ഈ ഫോക്സ്റ്റൈലിൻ്റെ വൈറ്റമിൻ സിയുടെ ഒരു മോയ്സ്ചറൈസർ. എൻ്റെ പൊന്നോ, ഒരു ദിവസം തേച്ച് പിറ്റേത് എൻ്റെ മോത മുഴുവനും കോരും. എന്നാ ചെയ്യാൻ, നിർത്തി. വേറെ വഴിയില്ല. കാശ് മേടിച്ച് മുറക്കി മേടിച്ചാൽ നമ്മൾ തേച്ച് ഒരു പറ്റി തിരിയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തി. പക്ഷേ ഞാൻ ബ്രാൻഡിനെ കുറ്റം പറയുന്നില്ല, ഒരു ബ്രാൻഡിനെ കുറ്റം പറയുന്നില്ല. കാരണം എൻ്റെ തൊലി ഇരിക്കുന്ന അവർ കുഴപ്പമില്ല. എൻ്റെ സെൻസിറ്റീവ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിനും താഴെ വല്ലതും ഉണ്ടോ എന്ന് താഴെ വല്ലതും ഉണ്ടെങ്കിൽ അതായിരിക്കും എൻ്റെ സ്കിന്നിന്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത്ര ഉള്ളു സാധനം അതിനകത്ത്. എനിക്ക് തോന്നത്തില്ല ലുലുവിൻ്റെ അടുത്ത ബ്രാൻഡ് താഴെ പണിയാൻ തോന്നുന്നു. 2 ഏക്കർ സ്ഥലം താഴെ ഉണ്ട്. ഇതുണ്ട്. ഡെലിവറിക്ക് ശേഷം ഞാൻ അങ്ങനെ ഒന്നും മുഖത്തൊന്നും അങ്ങനെ യൂസ് ചെയ്തൊന്നുമില്ല. മോയ്സ്ചറൈസർ പോലും ഇടത്തില്ലായിരുന്നു, നേരം കിട്ടത്തില്ല. അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ എനിക്കൊരു ഉൾവിളി വന്നു, ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, എന്തെങ്കിലും ഒന്ന് മുഖത്ത് എന്തെങ്കിലും ചെയ്യണ്ടേ. കുറച്ച് വൈറ്റമിൻ സി സീരം വെച്ച് തേച്ചാൽ എങ്ങനെ ഇരിക്കും. അങ്ങനെ കുറേ തപ്പി അവസാനം കണ്ടുപിടിച്ച സാധനമാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ വൈറ്റമിൻ സി സെറം. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റാണ്, നല്ലതാണെന്ന് പ്രയോഗിച്ചാൽ. ഇത് വെച്ചിട്ട് എൻ്റെ മുന്നേ നമ്മുടെ ഐസിന് മിക്കത് വിക്രം വളർന്ന പോലെ മോന്തെല്ലാം പൊള്ളച്ച് കുരുവാണോ കാരയാണോ ഏതാണെന്ന് ആർക്കറിയാം. അവസാനം ഞാൻ എന്ത് ചെയ്തു, അതും നിർത്തി. അവസാനം ഇപ്പോൾ ഈ മോയ്സ്ചറൈസർ മാത്രം തേക്കാനുള്ള രീതി എനിക്കുള്ളൂ. അപ്പോൾ എൻ്റെ പോലെ ആരെങ്കിലും ഉണ്ടോ, ഒന്നും തേക്കാൻ പറ്റത്തില്ല കാര്യമുണ്ടോ, ഒരു പഴയും തേക്കാൻ പറ്റത്തില്ല. മോയ്സ്ചറൈസർ വരെ മഞ്ഞ മേടിച്ചും കണ്ട് തേച്ചുകൊണ്ടിരിക്കണം. എന്നാ ചെയ്യാനാണെന്നുള്ളതാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തരൊക്കെ ഓരോന്നൊക്കെ വാരി പൂശി വലിയ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നമുക്ക് ഒത്തി വരുക. ഞാനൊരു മഞ്ഞൾ ഇടാൻ പോലും വേല, അപ്പം അതിൻ്റെ അടിച്ചു പോയി. എന്തുവാ പാലിൻ്റെ പാടയൊക്കെ ഇതിലും കട്ടിയുണ്ട്, എൻ്റെ സ്കിന്നിനാണ് അത്രയും പോലും ഇല്ല. ഈ പാലിൻ്റെ പാടയായിട്ട് എൻ്റെ ചർമ്മത്തിന് ഞാൻ താല്പര്യം ചെയ്തു. ഞാനിത് കളിയാക്കാൻ വരണ്ടാവും, ചുമ്മാ പോലും കളിയാക്കാൻ പറ്റത്തില്ല എനിക്കറിയാം. കാരണം കൊറോണ കാലത്തെ കലൂർ സ്റ്റേഡിയം പോലെ വിസ്തരിച്ച് കിടക്കും എൻ്റെ കമൻറ്റ് ബോക്സ്. ഒറ്റ മനുഷ്യനില്ല കമൻറ്റ് അടിക്കും. അവന് കുഴപ്പമില്ല, സന്തോഷം സമാധാനം മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഈ സ്കിന്നിന് ഒന്നും പറ്റത്തില്ല. ആരെങ്കിലും ഉള്ളൂ എന്നെ പോലും ഒരു വക തേക്കാൻ വരാം മനുഷ്യന് ഒന്ന് വിളിക്കാൻ സമയം.